അങ്ങനെ പറ്റുമോ? ഇന്നലെ വൈകുന്നേരം ഞാൻ കുളക്കരയിൽ ഇരിക്കുമ്പോൾ ഒരു മാന്ത്രിക ജലദേവത പ്രത്യക്ഷപ്പെട്ടു. അവരെന്നോട് പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. ആർക്കും എന്തു വേണമെങ്കിലും ചോദിക്കാം, അവരെന്താഗ്രഹവും സാധിച്ചു തരും. ഇത് കൊള്ളാലോ. എങ്കിൽ ഞങ്ങൾ എല്ലാവരും അവരോട് ഇത് ചോദിക്കും, ഞങ്ങൾക്ക് ഒരിക്കലും ജോലി ചെയ്യേണ്ടി വരരുതെന്ന്. ഭക്ഷണം കഴിച്ചും കുടിച്ചും വിശ്രമിച്ചും സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. അതെ, ഞാനും അതുതന്നെ അവരോട് പറഞ്ഞത്. അപ്പം അവരെന്നോട് പറഞ്ഞു, എൻ്റെ 2 സഹോദരിമാരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ആഗ്രഹം സാധിച്ചു തരാമെന്ന്. എന്നാൽ അവരുടെ 2 സഹോദരിമാർക്കും വൃത്തിയും വെടുപ്പും ആവശ്യമാണ്. പിന്നെ മടിയന്മാരായ മൃഗങ്ങളെ അവർക്ക് ഇഷ്ടമല്ല. നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ നിന്ന് പോവും. അതേ കൊക്കെ, ഇങ്ങനെ ഒരു അവസരം പാഴാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ ജലദേവതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ കാടിന്റെ രൂപം തന്നെ മാറ്റാൻ ഞങ്ങൾ തയ്യാറാ. പ്രിയപ്പെട്ട കാട്ടുവാസികളെ, നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യാതെ ജീവിതം നയിക്കണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കഷ്ടപ്പെടുക. നമുക്ക് ഈ കാടൊന്ന് വൃത്തിയാക്കാം, കഷ്ടപ്പെട്ട് തന്നെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ എല്ലാ മൃഗങ്ങളും കാട് വൃത്തിയാക്കാൻ മുതിർന്നു. അതുകൂടാണ്ട് എല്ലാവരും നേരത്തെ എണീക്കും. സമയത്ത് ആഹാരം തപ്പാൻ പോകും. കഴിക്കുന്ന ആഹാരത്തിന്റെ ബാക്കി വലിച്ചെറിയാതെ ഒരു കൊട്ടയിന്റെ അകത്ത് അവര് മാറ്റിവെക്കും. അത് കാരണം കാടും നല്ല വൃത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റി. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂട്ടം ചേർന്ന് മിങ്കു കൊക്കിന്റെ അടുത്തേക്ക് വരും. മിങ്കു കൊക്കെ, നീയല്ലേ പറഞ്ഞത് 3 ദിവസത്തിന് ശേഷം ജലദേവതകൾ ഇങ്ങോട്ട് വരുമെന്ന്? പറയൂ, അവരെന്താ ഇപ്പോഴും വരാത്തത്? നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം. ദിവസങ്ങൾക്ക് മുൻപ് ഈ കാട്ടിൽ മാലിന്യത്തിന്റെ ദുർഗന്ധം വമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പൂക്കളുടെയും മരങ്ങളുടെയും സുഗന്ധം പരക്കുന്നു. മാലിന്യം നിറഞ്ഞിരുന്ന കുളത്തിലെ വെള്ളം ഇപ്പോൾ വളരെ ശുദ്ധമാണ്. എന്നിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതം പാഴാക്കി ആരോഗ്യം നശിപ്പിക്കുകയാണ്. അതിപ്പോൾ ശരിയായില്ലേ? നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഇത്രയും കിട്ടിയതിന് ശേഷം ഇനി ജലദേവതയുടെ ആവശ്യമുണ്ടോ? നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ജലദേവതയെക്കുറിച്ച് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മടിയെല്ലാം മാറ്റിയത്. മാത്രമല്ല നമ്മുടെ കാടിനെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ തയ്യാറായത്. ഒരുമിച്ച് എല്ലാവരും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടത്. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഞെട്ടലായി. കൊക്കിനോടുള്ള ദേഷ്യം അവർക്ക് കൂടി കൂടി വന്നു.